ഹായ് ഫ്രണ്ട്സ്, R4iയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകളിൽ സിപ്പ് മോഡലായാലും അതല്ല ലംസം രീതിയിലായാലും ഏത് രീതിയിലായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇൻവെസ്റ്റർ കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ പൊതുവെ 3 കാറ്റഗറികളിലായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ, മറ്റൊന്ന് മോഡറേറ്റ് ഇൻവെസ്റ്റർ, മറ്റൊന്ന് അഗ്രസീവ് ഇൻവെസ്റ്റർ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇൻവെസ്റ്റർ ആണെന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനായിട്ട് ചില ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് സ്ലീപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. അതായത് നിങ്ങളൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ മാർക്കറ്റ് 5% താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഉത്കണ്ഠാകുലനാവുകയും നമ്മുടെ ആപ്പ് തുറന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂറിലും നമ്മുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ അവരുടെ ഈക്വിറ്റി എക്സ്പോഷർ വളരെയധികം കുറയ്ക്കുകയും അത് ഏകദേശം 20 മുതൽ 30% വരെ നമുക്ക് ഈക്വിറ്റി സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ബാക്കി വരുന്ന 70 മുതൽ 80% വരെ കഴിയുന്നതും ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത്തരം കാറ്റഗറിയിൽപ്പെട്ട കൺസർവേറ്റീവ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം. ഇനി നമ്മളൊരു മോഡറേറ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു 10% മാർക്കറ്റ് ഇടിഞ്ഞാൽ പോലും നമ്മളതിനെ വലിയ കാര്യമായി എടുക്കാതെ ഒരു വെയിറ്റ് ആൻഡ് സീ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുക. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എക്സ്പോഷർ 50% വരെയെങ്കിലും ഈക്വിറ്റിയിലും 50% വരെ ഫിക്സഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ മാറ്റാവുന്നതാണ്. ഇനി അതല്ല നമ്മളൊരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ മാർക്കറ്റ് ഏകദേശം 20% ക്രാഷ് ആയാൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് അതൊരു നല്ല അവസരമാണെന്നും പല സ്റ്റോക്കുകളും നമുക്ക് ചെറിയ വിലയിൽ ലഭിക്കും എന്നുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് പുലർത്തുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഗ്രസീവ് ഇൻവെസ്റ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 60% മുതൽ 80% വരെ ഈക്വിറ്റിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇൻവെസ്റ്റർ ആണെങ്കിലും ഈ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ പ്രധാനമാണ്. കാരണം പൊതുവെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു ചൊല്ലാണ് എല്ലാ മുട്ടകളും ഒരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കരുത് എന്നുള്ളത്. എന്നാൽ 100% ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. അതുപോലെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നല്ലതല്ല. എങ്കിലും ഒരു നോമിനൽ ലെവലിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോയെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും അതൊരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സപ്പോർട്ടായി നിൽക്കുവാനും കഴിയും. നമുക്കറിയാം 2025 നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും. നമുക്കറിയാം ആ സമയത്തൊക്കെ ഗോൾഡും സിൽവറും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയതായിട്ട് കാണും. അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും US മാർക്കറ്റ് ആയാലും ചൈനീസ് മാർക്കറ്റ് ആയാലും കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഗോൾഡും സിൽവറിലും അലോക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഇൻ്റർനാഷണൽ അലോക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോ വലിയ തോതിൽ ക്രാഷ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്മോൾ ക്യാപ്പിലുള്ള എക്സ്പോഷർ കുറച്ചുകൂടി കുറച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പോർട്ട്ഫോളിയോ ക്രാഷ് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ 2026 ഇനി ഫ്യൂച്ചറിലായാലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ആലോചിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ടുകളുണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകളിലും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ സ്വഭാവമായിട്ട് നടത്താറുണ്ട്. അതേപോലെ തന്നെയാണ് വിവിധ അസറ്റ് ക്ലാസ്സുകൾ. ഇപ്പോൾ ഈക്വിറ്റി കൂടാതെ ഡെറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഈക്വിറ്റി, അതുപോലെ റിയൽ എസ്റ്റേറ്റിലുള്ള എക്സ്പോഷർ, ഇതൊക്കെ ഒരു വേരിയസ് അസറ്റ് ക്ലാസ് എന്നുള്ള നിലക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ അസറ്റ് ക്ലാസ്സുകളിലും മാർക്കറ്റ് ക്യാപ്പ് വൈസ് ആയിട്ടുമുള്ള ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യമായി പരിഗണിക്കാവുന്ന 2 ഫണ്ടുകളാണ് മാർക്കറ്റിലുള്ളത്. അതായത് 2 കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകളാണ് മാർക്കറ്റിലുള്ളത്. അതിലൊന്ന് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും മറ്റൊന്ന് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുമാണ്. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഇക്വിറ്റികളിലും പ്രത്യേകിച്ച് അത് ഫോളോ ചെയ്യുന്നത് നിഫ്റ്റി ടോപ്പ് 500 കമ്പനികളാണ്. അപ്പോൾ അവിടെ ഈ 3 മാർക്കറ്റ് ക്യാപ്പ് ഇക്വിറ്റികളിലും അലോക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈക്വിറ്റികളിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ഗ്രോത്ത് എഞ്ചിനായിട്ട് ഇത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതൊരു അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. അതേസമയം തന്നെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് അവിടെ നമ്മുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ പോർട്ട്ഫോളിയോക്ക് ഒരു സ്റ്റെബിലിറ്റി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുകയാണ്. ഇതൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഈക്വിറ്റി അലോക്കേഷൻ കൂടാതെ ഡെറ്റിലും ഗോൾഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതുകൂടാതെ ചില മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ
ഡെറ്റ് ഗോൾഡ് കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള റീറ്റ്സിലും അതേപോലെ തന്നെ സിൽവറിലും അലൊക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ പല ഫ്ലക്സി ക്യാപ് ഫണ്ടുകളും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈക്വിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാം. പ്രത്യേകിച്ച് പരാഗ് പരേഗ് ഫ്ലക്സി ക്യാപ് എന്നുള്ള അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കൂടിയാണ്. അപ്പോൾ ഫ്ലക്സി ക്യാപ് ഫണ്ടായാലും മൾട്ടി അസറ്റ് അലൊക്കേഷൻ ഫണ്ടായാലും അവിടെ റിസ്ക് ലെവൽ ഹൈ ആണ്. കാരണം ഈക്വിറ്റി എക്സ്പോഷർ നല്ല തോതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്രമാത്രം നമ്മൾ അലോക്കേഷൻ നടത്തണം എന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് ടോളറൻസും ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണും അടിസ്ഥാനത്തിലായിരിക്കണം ആ തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഒരു 3 ഭാഗങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഡൽ എ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബാലൻസ്ഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ 50-50 എന്നുള്ള അനുപാതമാണ് ഏറ്റവും അനുയോജ്യം. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകണമെന്നും അതേസമയം വലിയ ഡിപ്പിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും വേണം എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ 50% ഫ്ലക്സി ക്യാപ്പിലും 50% മൾട്ടി അസറ്റ് അലൊക്കേഷനിലും അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മോഡൽ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതുകൂടാതെ ഹൈ റിസ്ക് അപ്പിറ്റൈറ്റും ഉള്ള ഒരാൾ, അതുകൂടാതെ 7 വർഷത്തേക്ക് ഒരു ടൈം ഹൊറൈസൺ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 70% നമുക്ക് ഫ്ലക്സി ക്യാപ്പിൽ അലോട്ട് ചെയ്യാം, ബാക്കി 30% മൾട്ടി അസറ്റ് അലൊക്കേഷനിലേക്കും അലോട്ട് ചെയ്യാവുന്നതാണ്. ഇനി മോഡൽ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 30% മാത്രം ഫ്ലക്സി ക്യാപ്പിൽ അലോട്ട് ചെയ്തുകൊണ്ട് ബാക്കി 70% മൾട്ടി അസറ്റ് അലൊക്കേഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. ഇതുകൂടാതെ ഇത്തരത്തിൽ നമ്മൾ ഈ ഫ്ലക്സി ക്യാപ്പിലും മൾട്ടി അസറ്റിലും അലോക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടാക്സ് എഫിഷ്യൻസി ഉണ്ട്. കാരണം ഈ 2 കാറ്റഗറിയും ഈക്വിറ്റി ഓറിയൻറ്റഡ് ആണ്. 60% കൂടുതൽ ഈക്വിറ്റി എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അനുസരിച്ചായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. അല്ലാതെ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് എഫിഷ്യൻ്റ് കൂടിയാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 കാറ്റഗറി ഫണ്ടിൽ ഏറ്റവും നല്ല ഫണ്ട് ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2026 ജനുവരി വരെയുള്ള ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്ലക്സി ക്യാപ് ഫണ്ടുകളിൽ 2 പ്രധാനപ്പെട്ട ഫണ്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് HDFCയുടെ ഫ്ലക്സി ക്യാപ് ഫണ്ടും മറ്റൊന്ന് പരാഗ് പരീഖിൻ്റെ ഫ്ലക്സി ക്യാപ് ഫണ്ടാണ്. AUMൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ഫണ്ടുകളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 ഫ്ലക്സി ക്യാപ് ഫണ്ടുകൾ. ഇപ്പോൾ HDFC ഫ്ലക്സി ക്യാപ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 3 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ 23%, 5 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ 23 മുതൽ 28% വരെയാണ്. ഇത് കൂടുതലായിട്ട് ലാർജ് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽസിലും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുമാണ്. ഇനി പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 23% റിട്ടേൺ ആണ് 3 ഇയേഴ്സിൻ്റെ CAGR കാണുന്നത്. അതുപോലെ 5 ഇയേഴ്സിൻ്റെ CAGR 20 മുതൽ 25% വരെയാണ്. ഇത് കൂടുതലായിട്ട് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഇവർക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷറും കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ മറ്റ് ഫണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റൊരു ഫണ്ട് നമ്മൾ കാണുന്നത് ക്വാണ്ട് ഫ്ലക്സി ക്യാപ്പാണ്. അത് 17% CAGR റിട്ടേൺ ആണ് കഴിഞ്ഞ 3 വർഷം നൽകിയിരിക്കുന്നത്. 5 ഇയേഴ്സിൻ്റെത് 22 മുതൽ 27% ആണ്. പക്ഷേ ഈ ഒരു ഫ്ലക്സി ക്യാപ്പിൻ്റെ പ്രത്യേകത ഹൈ ടേൺ ഓവർ റേഷ്യോ ആണ്. കൂടാതെ ഇവർ മൊമെൻറ്റം ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവിടെ ഡൗൺവേർഡ് റിസ്ക് കുറച്ച് കൂടുതലാണ്. ഇനി മറ്റൊരു ഫ്ലക്സി ക്യാപ്പുള്ള JM ഫ്ലക്സി ക്യാപ്പും 21% 3 ഇയർ CAGR റിട്ടേൺ അത് നൽകിയിട്ടുണ്ട്. ഇനി മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഈക്വിറ്റിയിലും ഡെറ്റിലും ഗോൾഡിലും സിൽവറിലും ഒക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണിത്. കൂടുതൽ റിട്ടേൺ നമ്മൾ കാണുന്നത് ക്വാണ്ട് മൾട്ടി അസറ്റിലാണ്. അവിടെ 73% ഒരു CAGR റിട്ടേൺ കഴിഞ്ഞ 3 വർഷം കിട്ടിയതായിട്ട് കാണാം. ഇതിൻ്റെ ഒരു അസറ്റ് അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 60% ഈക്വിറ്റിയിലും 15% ഡെപ്റ്റിലും 25% ഗോൾഡിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ റിട്ടേൺ നൽകുന്നുണ്ടെങ്കിലും ഹൈ വളറ്റിലിറ്റി കൂടി കാണിക്കുന്ന ഒരു ഫണ്ടാണ് ക്വാണ്ടിൻ്റെ ഈ ഒരു മൾട്ടി അസറ്റ് ഫണ്ട്. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ആണ്. ഇത് 21% CAGR റിട്ടേൺ ആണ് കഴിഞ്ഞ 3 വർഷം നൽകിയത്. ഇവിടെ 65 മുതൽ 70% വരെ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും 15% ഡെറ്റിലും 15% ഗോൾഡിലുമാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് ഫണ്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ICICIയുടെ മൾട്ടി അസറ്റ് ഫണ്ട് കാണാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ലോങ് ടേം കൺസിസ്റ്റൻസി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മൾട്ടി അസറ്റ് ഫണ്ടായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി അസറ്റ് ഫണ്ടാണ്. ഇത് 22% CAGR റിട്ടേൺ ആണ് കഴിഞ്ഞ 3 വർഷം നൽകിയത്. 50% ഈക്വിറ്റിയിലും 25% ഡെറ്റിലും 25% ഗോൾഡിലുമാണ് ഇതിൻ്റെ അലോക്കേഷൻ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ള അലോക്കേഷൻ കമ്മോഡിറ്റിയിലാണ് എന്ന് കാണാൻ കഴിയും. മറ്റൊന്ന് SBIയുടെ മൾട്ടി അസറ്റ് ഫണ്ടാണ്. ഇത് 19% CAGR റിട്ടേൺ ആണ് കഴിഞ്ഞ 3 വർഷം നൽകിയത്. ഇവിടെ 40 മുതൽ 50% വരെ ഈക്വിറ്റിയിലും 40% ഡെറ്റിലും 10% ഗോൾഡിലുമാണ്. അപ്പോൾ ഇതൊരു കൺസർവേറ്റീവ് അപ്രോച്ചിലുള്ള ഒരു ഫണ്ടാണ്. കൂടുതലായിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു അടിസ്ഥാനത്തിലുള്ള ഒരു ഫണ്ടാണ് SBIയുടെ മൾട്ടി അസറ്റ് ഫണ്ട്. അപ്പോൾ ഇവിടെ ഏത് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്.
എങ്കിലും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.